എല്ലാവർക്കും ബ്യൂട്ടി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മാത്രമല്ല അത് വീട്ടിൽ തയ്യാറാക്കി നോക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ പുതിയ ഐറ്റംസ് ആകുമ്പോഴത്തേക്ക് ഫുഡ് കളേഴ്സൊക്കെ ചേർത്തിട്ടായിരിക്കും നമ്മൾ തയ്യാറാക്കുക. നമുക്കറിയാം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡ് കളേഴ്സിൽ ഒരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫുഡ് കളേഴ്സ് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായും ഈസി ആയിട്ടും തയ്യാറാക്കിയെടുക്കാം. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് വയലറ്റ് ക്യാബേജാണ് എടുത്തേക്കുന്നത്. അതിതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കളേഴ്സൊക്കെ നന്നായിട്ട് ഇളകി കഴിയുമ്പോഴത്തേക്ക് തണുത്ത ശേഷം ഒരു മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഇത് 3 പാത്രത്തിലേക്ക് മാറ്റാം. ഇത് 3 കളറ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു ചെറിയ മാജിക് കാണാം. ഇതിൻ്റെ കളറ് ബ്ലൂ കളറായിട്ട് മാറും. ഇനി അടുത്ത ബൗളിലേക്ക് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് കാണാം അതിൻ്റെ കളറ് മാറുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് മാറും. അപ്പോൾ നമ്മുടെ 3 കളറും റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്തത് ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്യാം. ബീട്രൂട്ട് ചെറിയ പീസായിട്ട് മുറിക്കുക. അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് എൻ്റെ കളറൊക്കെ ഇളകി വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്ത ശേഷം ഒരു മിക്സിയിൽ അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊരു ഡാർക്ക് റെഡ് കളറായിട്ടും അതുപോലെ തന്നെ ലൈറ്റ് പിങ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അടുത്തത് ക്യാരറ്റ് വെച്ചിട്ടാണ്. ക്യാരറ്റ് വേവിക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് ജ്യൂസ് എടുത്ത് വയ്ക്കാം. ഇതൊരു ഓറഞ്ച് കളറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 5 കളേഴ്സും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഐസ്ക്രീമിൽ അതുപോലെ ഷേക്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വിപ്പിംഗ് ക്രീമിൽ ഫലൂഡയിലൊക്കെ ചേർക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക.